ഒരു ചോദ്യമായിരിക്കും അത് ശ്രീ KVS. തീർച്ചയായും അതെ. കാരണം താങ്കളൊക്കെ ഒരു LK അദ്വാനി ഫാനായിട്ടാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. അല്ല നികേഷേ, ഞങ്ങളുടെ ഇടയിൽ ഒരു ആശയക്കുഴപ്പമില്ല. ഞങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ഈ കേജ്രിവാളിനെ പോലുള്ള ഒരു 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 അഴിമതി കേസിലെ പ്രതി വന്ന് പുറത്തിറങ്ങിയിട്ട് ബഹളം ഉണ്ടാക്കുമ്പോൾ അത് വലിയ പ്രശ്നമാകും. 75 എന്ന ഭരണഘടനാ സീലിംഗ് ഉണ്ടോ കേജ്രിവാളിന്? ഒന്ന് പൂർത്തിയാക്കട്ടെ. ഞങ്ങളുടെ ഭരണഘടനയിൽ അങ്ങനെ ഒരു വ്യവസ്ഥയില്ല, അങ്ങനെ ഒരു സംവിധാനം ഇല്ല. ഞങ്ങളൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അല്ലെന്ന് നികേഷേ, ഒരു പ്രായം കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ആളുകൾ മാറിക്കൊടുക്കണ്ടേ? അത് മാറിക്കൊടുത്തേ പറ്റുള്ളൂ. അതിനുള്ള വഴി ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. ഞങ്ങളുടെ സംവിധാനം. ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ പോയ ഞാനിങ്ങനെ ഓരോ ചോദ്യത്തിനും ഓരോ വാക്കിലും കയറി ഇടപെട്ട് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഒന്നുമില്ലെങ്കിൽ സംസാരിക്കാൻ അനുഭവിക്കുക. ഇപ്പൊ നിങ്ങൾക്കൊക്കെ അനിൽ സംസാരിക്കുമ്പോൾ അനിലാരാണ്? അനിലൊന്നും അനിലിന്റെ പാർട്ടിയോ അനിൽകുമാറോ ഇപ്പോൾ ഡിഫൻസിലല്ല. നിങ്ങൾ ഭരിക്കുന്ന പാർട്ടിയാണ്, നിങ്ങൾ ഡിഫൻസിലാണ്. ഈ വിഷയത്തിൽ ഉപചോദ്യങ്ങൾ ഉണ്ടാവും. അതെ നികേഷ് ഇത്രയ്ക്ക് ടെൻഷൻ കൊള്ളണ്ടെന്നാ ഞാൻ പറഞ്ഞേ. എനിക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എൻ്റെ കൈവശമുണ്ട്. ഞങ്ങൾ സംഘടനാ രീതിയിൽ ചില സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ പറയാം. ഒരു നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റിന്റെ പ്രായം എത്രയാ അത് നിശ്ചയിച്ചിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് ആവേണ്ടവരുടെ പ്രായം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ വഴിതെറ്റിക്കല്ലേ? ഞാനൊരു ചോദ്യം ചോദിക്കാം. KVS മറുപടി പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്നേ, എനിക്കിപ്പോ അത് നിർബന്ധമൊന്നുമില്ല. LK അദ്വാനി, മുരളി മനോഹർ ജോഷി തുടങ്ങി ഒരു തലമുറ നേതാക്കളെ പൂർണ്ണമായും മാറ്റി നിർത്തിയിട്ടാണ് നരേന്ദ്രമോദി, അമിത്ഷാ തുടങ്ങിയ ആളുകൾ സ്ഥാനം കൈയാളിയത്. അവരിതാ അടുത്ത സെപ്റ്റംബറിൽ 75 വയസ്സ് തികയാണ്. അവരെന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി മാത്രം 75 വയസ്സ് തികയാണ്. അപ്പോൾ LK അദ്വാനിയെ ആരായിട്ടാണ് ഞാൻ കാണുന്നത്? BJPയുടെ വളർച്ചയ്ക്കുള്ള ഏക കാരണക്കാരൻ. അങ്ങനെ ഏക കാരണക്കാരനെ മാറ്റാമെങ്കിൽ ആ BJPയുടെ വളർച്ചയിലെ പങ്കുപറ്റി പിന്നെ അതിനെ വികസിപ്പിച്ച നരേന്ദ്രമോദിക്ക് ആ ഏജ് സീലിംഗ് ബാധകമാകില്ല എന്നാണോ പറയുന്നത് KVS? അത് ഞാൻ ചോദ്യം അവസാനിപ്പിച്ചു. ഇനി അങ്ങേക്ക് മറുപടി പറയാം. അല്ലെന്ന് ഞങ്ങൾ യഥാസമയത്ത് വേണ്ടുന്ന തീരുമാനം എടുത്തോളാം. ഇപ്പോൾ കർണാടകത്തിൽ യെദ്യൂരപ്പ 75 വയസ്സിന് ശേഷം മുഖ്യമന്ത്രിയായിട്ട് തുടർന്നില്ലേ? യെദ്യൂരപ്പ ഇന്നും BJPയുടെ കേന്ദ്ര പാർലമെന്ററി ബോർഡിലുണ്ടല്ലോ. ഞങ്ങൾ അദ്ദേഹത്തിനെ പുറത്താക്കിയിട്ടില്ലല്ലോ. ചില ഘട്ടങ്ങളിൽ ഞങ്ങൾ ചില ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നരേന്ദ്രമോദി BJPക്ക് അനിവാര്യമാണെന്ന് കണ്ടാൽ ഞങ്ങൾ ആ സമയത്ത് അത് ആലോചിച്ച് പറഞ്ഞ കേക്ക് വേണ്ടാത്ത വിശദീകരണം അതിനകത്ത് ആവശ്യമില്ല. അമിത്ഷാ പറഞ്ഞല്ലോ, ഈ 2024 മുതലുള്ള 5 വർഷക്കാലം നരേന്ദ്രമോദി ആയിരിക്കും പ്രധാനമന്ത്രി. അത് BJPയുടെ നിലപാടാണ്. Debate with MV Nikesh Kumar.